Problem. A pair of dice is thrown 4 times. If getting a doublet is considered a success, find the probability of 2 successes. Success എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? Consider getting a doublet. ഇവിടെ pair of dice, 2 dice 4 പ്രാവശ്യം എറിയാണ്. ഫസ്റ്റ് ട്രയൽ, സെക്കൻഡ് ട്രയൽ, തേർഡ് ട്രയൽ, ഫോർത്ത് ട്രയൽ. അതിൽ ഓരോ ട്രയലും 2 ഡൈസാണ് എറിയണത്. അങ്ങനെ 2 ഡൈസ് വെച്ച് എറിയുമ്പോൾ ഡബ്ലറ്റ് കിട്ടുന്നതാണ് സക്സസ്. ഡബ്ലറ്റ് എന്നാൽ എന്താണ്? 1 1 2 2 3 3 4 4 എക്സെട്ര 6 6 അങ്ങനെ വരുന്നതാണ് ഈ ഡബ്ലറ്റ്. അതാണ് സക്സസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ 2 സക്സസസ് കിട്ടാനുള്ളതിൻ്റെ പ്രോബിലിറ്റി, അതായത് 4 പ്രാവശ്യം എറിയുന്നതിൽ 4 ട്രയൽസ് എറിയുന്നതിൽ 2 സക്സസസ്, 2 ട്രയൽസ് 2 പ്രാവശ്യം ആ ഡബ്ലറ്റ് കാണിക്കണം. അത് ഫസ്റ്റ് ട്രയലിലാവാം, സെക്കൻഡിലാവാം, ഫസ്റ്റിലാവാം, തേർഡിലാവാം, ഫസ്റ്റിലാവാം, ഫോർത്തിലാവാം. സിമിലർലി സെക്കൻഡിലാവാം, തേർഡിലാവാം, സെക്കൻഡിലാവാം, ഫോർത്തിലാവാം. അങ്ങനെ എല്ലാ പോസിബിലിറ്റിയും വരും. സോ നമുക്കിവിടെ നമ്പർ ഓഫ് ട്രയൽസ് എത്രയാണ് ഇവിടെ? 4 ടൈംസ് അല്ലേ? 4 ട്രയൽസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റിംഗ് എ ഡബ്ലറ്റ്. ഗെറ്റിംഗ് എ ഡബ്ലറ്റ് ആണ് സക്സസ്. So what is the probability of success? Probability of success ഇവിടെ എന്ത് വരും? അപ്പോൾ ഒരു ട്രയൽ ആലോചിക്കുക, 2 ഡൈസ് എറിയണു, അതിൽ ഡബ്ലറ്റ് വരാനുള്ളത് ഏതൊക്കെയാണ് സാധ്യത? 1 1 2 2 3 3 4 4 5 5 6 6. അങ്ങനെ എത്ര കേസ് ഉണ്ട്? 6 ഔട്ട് ഓഫ് എത്ര പോസിബിലിറ്റി? 36. ഒരു ട്രയലാണ് എടുക്കുന്നത്, അതിലത്തെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എഴുതുക. കാരണം ബെർണോളി ട്രയൽസിലെല്ലാം എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് സക്സസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബിലിറ്റി എഴുതുക. ഒരു ട്രയൽ എന്ന് പറയുന്നത് 2 ഡൈസ് എറിയണു. 2 ഡൈസ് എറിഞ്ഞാൽ ടോട്ടൽ ഔട്ട്കം 36 ആണ്. 36ൽ എത്ര ഡബ്ലറ്റ് വരാം? 6 എണ്ണം വരാം. സോ 1/6 ഈസ് ദ റിക്വയർഡ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സക്സസ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഫെയിലർ എന്തായിരിക്കും? അതായത് പ്രോബിലിറ്റി ഓഫ് ഫെയിലറിനെയാണ് നമ്മൾ Q ആയിട്ട് ഡിനോട്ട് ചെയ്യണത്. What is Q? 1 minus P and that is 1 minus 1/6 which is 5/6 ആയിട്ട് വരും. Now what is the required probability? X equal to എത്ര സക്സസ് കിട്ടണം? 2 സക്സസ്. അതായത് 4 ട്രയൽസിൽ 2 പ്രാവശ്യം ഡബ്ലറ്റ് കാണിക്കുന്നതിൻ്റെ പ്രോബിലിറ്റി. So X is equal to 2. So what is the required probability? 4C2 NCX. X is 2, N is 4, P 1/6 whole raised to 2, Q 5/6 whole raised to 4 minus 2, N minus X 2. Simplify cheya, you will get the answer. So 4 factorial by 2 factorial into 2 factorial into 1/6 whole square, 1/6 whole square. അപ്പോൾ 1/6 whole raised to 4 വരും into 5 square അല്ലേ? ഇതിവിടെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. 1/6 whole square into 5 square by 6 square. So 1/6 whole raised to 4 വരും into 5 square അവിടെ ബാക്കിയുള്ളത്. Now simplify. 4 into 3 into 2 factorial by 2 factorial into 2 into 1. So 2 factorial cancelled. 2 4 2 times. So into 1/6 whole raised to 4 into 5 square. അപ്പോൾ ഇവിടെ ബാക്കി 2 4 2 times 2 into 3 6. So 6 into 1/6 raised to 4 into 5 square which is 25 by ഇവിടെ 1 6 ക്യാൻസൽ ചെയ്ത് 6 ക്യൂബ് ആയി. 6 ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. സോ 25 by 216 is the required answer. There are 5% defective items in a large bulk of items. What is the probability that a sample of 10 items will include not more than 1 defective item? Same example നമ്മൾ 10 Xൻ്റെ 10 ഡിഫക്റ്റീവ് എക്സ് നേരത്തെ ചെയ്തു, അതേപോലത്തെ സിമിലർ പ്രോബ്ലം ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കാം. ബൾക്ക് ഓഫ് ഐറ്റംസിലെ 5% ഡിഫക്റ്റീവ് ആണ്. നൗ സാമ്പിൾ ഓഫ് 10 ഐറ്റംസ്, അപ്പോൾ ട്രയൽസ് അവിടെ എത്രയായി? 10 ട്രയൽസ് ആയി. 10 ട്രയൽസിൽ
അതിലെന്താ ചോദ്യം? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ഇൻക്ലൂഡ് നോട്ട് മോർ ദാൻ വൺ ഡിഫക്റ്റീവ്? നോട്ട് മോർ ദാൻ വൺ, വണ്ണിനേക്കാട്ടിലും കൂടാൻ പാടില്ല. നോട്ട് മോർ ദാൻ വൺ ഡിഫക്റ്റീവ് ഐറ്റം, ഒന്നിൽ കൂടുതൽ ഡിഫക്റ്റീവ് ഐറ്റം വരാതിരിക്കാനുള്ളതിൻ്റെ പ്രോബിലിറ്റി എന്താ? സോ n ഈസ് ഈക്വൽ ടു 10 ഹിയർ. ആൻഡ് വാട്ട് ഈസ് സക്സസ് എന്ന് പറയുന്നത്? ഡിഫക്റ്റീവ് ഐറ്റം. ഡിഫക്റ്റീവ് ഐറ്റം അതാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഗെറ്റിംഗ് ഹെഡ്, ഗെറ്റിംഗ് ടെയിൽ, അതാണ് ഇവിടെ എന്ന് പറയുന്നത്. ഗെറ്റിംഗ് ഹെഡ് എന്നൊക്കെ നേരത്തെ എക്സാമ്പിൾ കണ്ട പോലെ ഇവിടെ ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഐറ്റം, അതാണ് സക്സസ്. ഇനി ആ പ്രോബിലിറ്റി എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് സക്സസ്? അതായത് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഐറ്റം, ഒരു ഡ്രോയില് ഒന്ന് എടുക്കുന്നതിൽ ഡിഫക്റ്റീവ് വരാനുള്ളത് എന്താ പ്രോബിലിറ്റി? 5% ഡിഫക്റ്റീവ് ആണ്. സോ പ്രോബിലിറ്റി എത്ര വരും? 5/100. സോ വാട്ട് ഈസ് Q? 1 minus P, 1 minus 5/100, 100 minus 5, 95/100. Now, എന്താണ് required probability? The required probability is will include not more than 1. അതാണ് അവിടെ നമ്പർ. നോട്ട് മോർ ദാൻ 1, 1ൽ കൂടുതൽ ആവാൻ പാടില്ല. അതായത് എക്സ് ഈക്വൽ ടു എന്തൊക്കെ ആവാം? 0 ആവാം, 1 ആവാം. 1ൽ കൂടുതലാവാൻ പാടില്ലല്ലോ. നോട്ട് മോർ ദാൻ 1 ഡിഫക്റ്റീവ് കിട്ടാതിരിക്കാനതിൻ്റെ പ്രോബിലിറ്റി നോട്ട് മോർ ദാൻ 1, 1ൽ കൂടുതൽ ആവാൻ പാടില്ല. അപ്പോൾ അത് ഒന്നും ഇല്ലാതെയും വരാം, ഓർ എനി 1 ഈസ് ഡിഫക്റ്റീവ്. ദാറ്റ്സ് ഓൾ. സോ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള പ്രോബിലിറ്റി പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1ൻ്റെ പ്രോബിലിറ്റി. അപ്ലൈ ദി ഫോർമുല. NCX 10C0 5/100 raised to 0 Q 95/100 whole raised to 10 minus 0 10 plus x equal to 1 10C1 5/100 raised to 1 95/100 raised to 10 minus 1 9. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും ആൻസർ. ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കാം, 5/100ഉം 95/100ഉം ചെറുതാക്കുക. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. സോ 5/100 ഈസ് 10C0, 5/100 ഈസ് 1/20, 95/100 19/20 whole raised to 10 plus 10C1 again 1/20 whole raised to 1 which is 19/20 whole raised to 9. This simplify ചെയ്ത് കിട്ടുന്നതായിരിക്കും ആൻസർ. So let us see. 10C0, 10 factorial by 0 factorial into 10 factorial 1 ആണ്. So that is equal to 1 into 1/20 raised to 0 1 ആണ്. 1 into 1 into 19/20 whole raised to 10 plus 10C1 10 factorial by 9 factorial into 1 factorial. അപ്പോൾ 10 ആണ് വരിക. പ്ലസ് 10 into 1/20 into 19/20 ഹോൾ റേസ് ടു 9 എന്ന് വരും. 10C1 എന്ന് പറയുന്നത് 10 ആണ്. 1/20 ഹോൾ റേസ് ടു 1 ഈസ് 1/20. ദ റിമൈനിങ് 19/20 ഹോൾ റേസ് ടു 9 എന്ന് വരും. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. So 19/20 whole raised to 10, 19/20 whole raised to 9. So 19/20 whole raised to 9 common alle. So remaining 19/20 plus 10/20. So 19/20 whole raised to 10, 19/20 whole raised to 9. അപ്പോൾ 19/20 whole raised to 9 common. അത് പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബാക്കി ഒരെണ്ണം ഉണ്ട്. That is what 19/20 plus remaining 10/20. So we get 19/20 whole raised to 9 into 19 plus 10, 29/20 as the denominator is the same. ഇതായിരിക്കും അതിൻ്റെ പ്രോബിലിറ്റി വരിക. സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതി വെച്ചാലും മതി. So this is the required probability. Probability another Bernoulli trials നോക്കാം. ഫാക്ടറിയിൽ ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. The bulb will fuse after 150 days of use is 0.05.
അതായത് ഒരു ബൾബ് 150 ഡേയ്സ് കഴിഞ്ഞ് ഫ്യൂസ് ആവാനുള്ളതിൻ്റെ പ്രോബിലിറ്റി ആണ് 0.05. ഇനി അങ്ങനെ 5 സച്ച് ബൾബ്സ് എടുക്കുകയാണ്, ബൾക്കായിട്ട് ഒരു 5 ഡ്രോസ് എടുക്കുകയാണ് അവിടെ. ഇൻ ദാറ്റ് what is the probability that none will fuse after 150 days of use? 5 എണ്ണം എടുക്കുന്നതിൽ ഒന്നും തന്നെ ഫ്യൂസ് ആവാൻ പാടില്ല, അതിൻ്റെ പ്രോബിലിറ്റി കാണാൻ. സെയിം വേ നോട്ട് മോർ ദാൻ വൺ അറ്റ്ലീസ്റ്റ് വൺ. അപ്പോൾ ഇവിടെ സക്സസ് എന്ന് പറയുന്നത് എന്താ? ഫ്യൂസ് ആവണേൻ്റെ പ്രോബിലിറ്റി ആണ് തന്നിട്ടുള്ളത് അല്ലേ. സോ സക്സസ് വി കൺസിഡർ ആസ് നമ്പർ ഓഫ് ബൾബ്സ് വിച്ച് വിൽ ഫ്യൂസ് ആഫ്റ്റർ 150 ഡേയ്സ് ഓഫ് യൂസ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സക്സസ് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 0.05 ആണ്. അതായത് എന്താണോ തന്നിട്ടുള്ളത് അത് സക്സസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഫ്യൂസ് ആവണം ആവാതിരിക്കണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഫ്യൂസ് ആവാനുള്ളതിൻ്റെ പ്രോബിലിറ്റി 0.05. So what is its success of failure? 1 minus P. 1 minus 0.05 which is 0.95. എന്ന് പറയുന്നത് എത്ര ട്രയൽസ് ആണ്? 5 ബൾബ്സ് ആണ് എടുക്കുന്നത്. Right. So the first question, P of x equal to none. ഒന്നും തന്നെ ഫ്യൂസ് ആവാൻ പാടില്ല. സക്സസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബൾബ്സ് ദാറ്റ് വിൽ ഫ്യൂസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ഫ്യൂസ് ആവാൻ പാടില്ല. സോ x equal to 0. Substitute 5C0, 0.05 whole raised to 0, 0.95 whole raised to 5 and 5C0, 1. 0.05 whole raised to 0, 1. Then what is remaining? 0.95 whole raised to 5 എന്നുള്ളത് റിസൾട്ട് വരും. Second one, P of not more than 1. What does that mean? ഒന്നിൽ കൂടുതൽ ഫ്യൂസ് ആവാൻ പാടില്ല, ഒന്നിൽ കൂടുതലാവാൻ പാടില്ല. സോ ദാറ്റ് മീൻസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ. ഒന്നിൽ കൂടുതൽ പാടില്ല, അപ്പോൾ ഒന്നോ ഒന്നിൽ താഴെയോ ആവാം. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതായിരിക്കും റിസൾട്ട് വരിക. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ 0 ആൻഡ് ഈക്വൽ ടു 1. x equal to 0 and x equal to 1. x equal to 0 നമ്മൾ നേരത്തെ കണ്ടതാണ്. What is that? 0.95 whole raised to 5 ആണ് റിസൾട്ട്. പ്ലസ് what is p of x equal to 1? p of x equal to 1 എന്ന് പറയുന്നത് 5c1 0.05 whole raised to 1, 0.95 whole raised to 5 minus 1 which is 4. This is the result. NCX P raised to x Q raised to n minus x 5 minus 1 4. This simplify cheya, you will get as 0.95 whole raised to 4 common ആണ് പുറത്തേക്ക് എടുക്കാം. So 0.95 plus 5c1. What is 5c1? 5 factorial by 1 factorial into 4 factorial. So which is 5 into 4 factorial by 4 factorial which is 5. അപ്പോൾ 5 into 0.05 എന്ന് വരും. 0.95 whole raised to 4 കോമൺ പുറത്തേക്ക് എടുത്തു. 0.95 is remaining plus 5c1 is 5 into 0.05 whole raised to 1. Simplify ചെയ്യാം. 5 into 5 0.25. 0.25 plus 0.95 1.2. So what we get is 0.95 whole raised to 4 into 1.2 എന്നുള്ളതാണ് റിസൾട്ട് വരിക. 0.95 whole raised to 4 into 1.2. That we can simplify. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും മതി. Now coming to the next one, see more than 1. മോർ ദാൻ 1 ഫ്യൂസ് ആവാം. 5 എണ്ണം എടുക്കുന്നതല്ലേ മോർ ദാൻ 1. 1നേക്കാളിലും കൂടുതൽ ഫ്യൂസ് ആവാം. സോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ റിക്വയർഡ് സക്സസസ് വരിക. മോർ ദാൻ 1 5 എണ്ണം എടുക്കുന്നതിൽ ഒന്നിൽ കൂടുതൽ ഫ്യൂസ് ആവാം. സോ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ എക്സ് ഏതൊക്കെ വരാം? 2, എക്സ് ഈക്വൽ ടു 2, 3, 4, 5. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0,1 ചെയ്താൽ പോരെ. കാരണം നമുക്ക് റിക്വയർഡ് പ്രോബിലിറ്റി 2, 3, 4, 5 ആണ്. സോ 1 മൈനസ്
1 minus probability of x is equal to 0 and 1, and that is 1 minus probability of x is equal to 0 and 1. 0 and 1 inte aanu nertha kandathu. So what is that result? 0.95 whole raised to 4 into 1.2 എന്നുള്ളതായിരിക്കും റിസൾട്ട് വരും. Now the last one, D, at least one. Minimum ഒരെണ്ണം ഫ്യൂസ് ആവണം. at least one, ഒരെണ്ണെങ്കിലും ഫ്യൂസ് ആവാം. അപ്പോൾ ഒന്നല്ല 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. അപ്പോൾ 1 തൊട്ട് 5 വരെയുള്ളതിൻ്റെ പ്രോബിലിറ്റീസ് ആഡ് ചെയ്യാൻ നിൽക്കണം. സോ റിക്വയർഡ് പ്രോബിലിറ്റി ഈസ് എക്സ് minimum. So x greater than or equal to 1, isn't it? Greater than or equal to 1, which is 1 minus probability of x equal to 0 ചെയ്താൽ മതി. കാരണം നമുക്ക് വേണ്ട പ്രോബിലിറ്റി 1 to 5 ആണ്, അതിൻ്റെ സം. So 1 minus probability of x equal to 0, which is 1 minus x equal to 0 എന്നുള്ളതിൻ്റെ പ്രോബിലിറ്റി എന്താണ്? 0.95 whole raised to 5. This will be the result. This is how at least one, minimum not more than one എല്ലാം ഇതിനനുസരിച്ച് നമുക്ക് ആ റിക്വയർഡ് വാട്ട് ഈസ് ദ സക്സസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന്ന് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ചെയ്യേ വേണ്ടു. പ്രോബ്ലം സേസ് എ ബാഗ് കണ്ടെയ്ൻസ് 10 balls each marked with one of the digits 0 to 9. If 4 balls are drawn successively with replacement from the bag, what is the probability that none is marked with the digit 0? അതായത് ഒരു ബാഗിൽ ബോൾസ് ഉണ്ട്. ആ ബോൾസിൽ ഓരോ നമ്പേഴ്സ് കൊടുത്തിരിക്കുകയാണ്. നമ്പർ ഫ്രം 0 to 9, അങ്ങനെ 10 balls. ഒരു ബോളിന് 0, ഒരു ബോളിന് 1, ഒരു ബോളിന് 2, അങ്ങനെ നമ്പേഴ്സ് 9 വരെ കൊടുത്തു പോയിരിക്കുകയാണ്. നൗ 4 balls അങ്ങനെ ട്രയൽസ് ചെയ്യാണ്. 4 balls are drawn with replacement. അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് നൺ ഈസ് മാർക്ക് വിത്ത് ദ ഡിജിറ്റ് 0 എന്ന് വെച്ചാൽ എന്താണ്? ഒന്നും തന്നെ 0 എന്നുള്ള ഡിജിറ്റ് വരാത്ത, 0 ഡിജിറ്റ് വരാത്ത ബോൾ, അതായത് 0 അല്ലാത്ത ബോൾസ്, 0 ഡിജിറ്റ് അല്ലാത്ത ബോൾസ്, അതായത് 1 to 9 വരെയുള്ള നമ്പേഴ്സ് ഏത് വേണമെങ്കിലും വരാം. 0 എന്നുള്ള നമ്പറുള്ള ബോൾ വരാൻ പാടില്ല. എത്ര ട്രയൽസ് എന്ന്? 4 trials എന്ന്. So here n is equal to 4. Now what is the probability of success? Success എന്ന് പറഞ്ഞാൽ എന്താ? Getting a digit 0, getting the ball with digit 0 അല്ലേ? അത് നൺ കിട്ടണം, അതായത് 0 സക്സസസ്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഇവിടെ ഗെറ്റിംഗ് എ ബോൾ വിത്ത് ഡിജിറ്റ് 0, 0 ഡിജിറ്റ് കിട്ടുന്ന ബോൾ. ഇനി റിക്വയർഡ് പ്രോബിലിറ്റി അപ്പോൾ സക്സസ് എന്താണ്? ഡിജിറ്റ് 0, getting a ball with digit 0, what is its probability? Probability of success എന്ന് പറയുന്നത് 0 ഡിജിറ്റ് ആയിട്ടുള്ള ബോൾ കിട്ടണം, അത് ഒന്നല്ലേ ഉള്ളൂ. സോ റിക്വയർഡ് പ്രോബിലിറ്റി 1/10. So what is Q? 1 minus P, 1 minus 1/10, which is 9/10. Now required probability of, ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? What is the probability that none is marked with the digit 0? ഒന്നും തന്നെ, 4 എണ്ണത്തിലെ ഒന്നും തന്നെ 0 എന്നുള്ള ഡിജിറ്റ് വരാൻ പാടില്ല, 0 ഡിജിറ്റ് ആയിട്ടുള്ള ബോൾ വരാൻ പാടില്ല. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ബോൾ വിത്ത് ഡിജിറ്റ് 0, അപ്പോൾ നൺ ഒന്നും തന്നെ വരാൻ പാടില്ല. സോ എക്സ് ഈക്വൽ ടു 0 സക്സസസ്, അതാണ് റിക്വയർഡ് ക്വസ്റ്റ്യൻ. ഈക്വൽ ടു എത്ര ട്രയൽസ് ആണ്? 4 C0 P, 1/10 whole raised to 0 Q, 9/10 whole raised to 4. Now 4 C0 1, 1/10 whole raised to 0 1, remaining 9/10 whole raised to 4 is the required answer. And the problem, in an examination 20 questions are true false type. Suppose a student tosses a fair coin to determine his answer to each question. If the coin falls head, he answers true. If it falls tails, he answers false. He find the probability that he answers at least 12 questions correctly. 12 questions correctly answer ചെയ്യാനായിട്ടുള്ളതിൻ്റെ റിക്വയർഡ് പ്രോബിലിറ്റി. സോ പറയുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തായി? 20 ട്രയൽസ് ആണത്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ 20 ട്രയൽസ് ആണത്. സപ്പോസ് എ സ്റ്റുഡൻറ്റ് ഇനി ആൻസർ ചെയ്യണത് എങ്ങനെയാണ് കുട്ടി? ആൻസർ ട്രൂ ആയിട്ട് കൊടുക്കണു. ഇഫ് ഇറ്റ് ഈസ്
if the head shows, coin ഇട്ടിട്ടാണ് ആൻസർ ട്രൂ ഓർ ഫോൾസ് എഴുതുന്നത്. കോയിൻ എറിയുമ്പോൾ ഹെഡ് കാണിച്ചാൽ ട്രൂ എഴുതും, ടെയിൽ കാണിച്ചാൽ he is writing, if it falls tail he answers false. Find the probability that he answers at least 12 questions correctly. ഇവിടെ ഹെഡ് 12 questions correctly ട്രൂ ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. So that he answers at least minimum 12 questions correctly answer ചെയ്യണമെങ്കിൽ, so required probability n is equal to 20 trials here. Probability of success is getting a head, true കാണിക്കുന്നത് അത് അവിടെ സക്സസ് ആയിട്ട് എടുക്കണോ. So what is probability of getting a head when a coin is tossed? 1/2. What is q? Again 1 minus 1 by p, which is 1 by q. ഇനി required probability എന്താണ്? Probability that at least 12 questions, 20 questions 12 minimum are correct. അപ്പോൾ 12 questions correct ആവാം, 13 ആവാം, 14 ആവാം, and so on up to 20. So he can answer from 12 at least എന്ന് പറഞ്ഞാൽ greater than or equal to. So what does that mean? X is equal to 12 plus x is equal to 13, x equal to 14, and so on up to p of x is equal to 20. കാരണം 20 questions correct ആവും. Now substitute and find the answer. X is equal to 12. 12c 20, sorry, number of trials 20. 20c 12, 1/2 whole raised to 12, q 1/2 whole raised to 20 minus 12, 8. Similarly, the next one 20c 13, half raised to 13, q 1/2 raised to 7, and so on up to 20c 20, half raised to 20, half raised to 20 minus 20, which is 0, and so on. ഇവിടെ 1/2 whole raised to 20 common ആണ് ഇല്ലേ. 12 plus 8 20, 13 plus 7 20, അടുത്തത് 14 plus 6 20, and so on 20. So 1/2 whole raised to 20 common പുറത്തേക്ക് എടുക്കാം. So remaining 20c 12, 20c 13, 20c 14 plus etc. The last 20c 20, or which is 1. This will be the required answer. Next question. Suppose x has the binomial distribution BD, binomial distribution B6, 1/2. Show that x equal to 3 is the most likely outcome. Binomial distribution നമ്മൾ general ആയിട്ട് B of n, P denote ചെയ്യും. For n trials and p the probability of success, B of n, p എന്ന് പറയുന്നത് binomial distribution denote ചെയ്യണതാണ്. അതുകൊണ്ട് ഇവിടെ n എത്രയാണ്? 6 trials, p probability of success 1/2 ആണ്. എങ്കിൽ ആ 6 ട്രയൽസിൽ x equal to 3 സക്സസസ് വരുമ്പോൾ ഈസ് മോസ്റ്റ് ലൈക്ലി ഔട്ട്കം. മോസ്റ്റ് ലൈക്ലി ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഈ 6 ട്രയൽസിലെ ആ മൂന്നാമത്തെ ട്രയൽ, ദാറ്റ് ഈസ് ദ x equal to 3 ആവുമ്പോൾ ദാറ്റ് ഈസ് മോസ്റ്റ്, ആ ഔട്ട്കം ആണ് കൂടുതൽ വരാനുള്ള സാധ്യത എന്ന് കാണിക്കാൻ. അങ്ങനെ വരണമെങ്കിൽ എന്താ? പ്രോബിലിറ്റി അതിൻ്റെ കൂടണം. x equal to 3 ആയിരിക്കുമ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ഗ്രേറ്റസ്റ്റ് അമോങ് ഓൾ ദ അതർ വാല്യൂസ് 0 1 2 3 4 5 6 വരെയുള്ളതിൽ x equal to 3ൻ്റെ പ്രോബിലിറ്റി ഹയർ ആയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാം x equal to 3 അതാണ് കൂടുതൽ മോസ്റ്റ് ലൈക്ലി ഔട്ട്കം എന്ന് പറയാം. 6 trials among the 6 trials, അത് the third x equal to 3 ആവുമ്പോൾ. സോ പ്രോബിലിറ്റി അപ്പോൾ എല്ലാതിനെയും കണ്ട് x equal to 3യുടെ പ്രോബിലിറ്റി ഹയർ ആണെന്ന് കാണിക്കണം. സോ ഹിയർ വി ഹാവ് n is equal to 6, p is equal to 1/2. So q is also 1 minus p, which is 1/2. p the probability of success, n, p. ഓരോന്നും കാണാം. സോ p of x equal to 0, 6 is 0, half raised to 0, half raised to 6 minus 0, which is 6. So 1 1 കിട്ടുന്നത് 1/2 whole raised to 6, which is 1/64. 2 raised to 6 എന്ന് പറയുന്നത് 1/64 ആണ്. 2 raised to 6 is 64. Second, p of x equal to 1, 6c1, half raised to 1, half raised to 5.
സോൾവ് ചെയ്യണം. 6c1 6 half 3 1 by 2 whole raised to 5 or it is 6 by 64 എന്ന് വരും. കാരണം ഇവിടെ 2 ഉണ്ടല്ലോ, 2 into 2 raised to 5 2 raised to 6 വരും, which is 64. 6c1 6 ആണ്, so 6 by 64. P of x equal to 2 6c2 half raised to 2 half raised to 6 minus 2 which is 4, or half raised to 2 into half raised to 4 half raised to 6 തന്നെ 6c2 ന്റെ വാല്യൂ കാണുക, which will be 15 by which is again 64. Now P of x equal to 3 x equal to 3 6c3 half raised to 3 half raised to 6 minus 3 which is 3, again half raised to 6 വരും. 6c3 യുടെ വാല്യൂ കാണുക, which is 20. 20 by 64 will be the probability when x equal to 3. അടുത്തത് P of x equal to 4 6c4 half raised to 4 half raised to 6 minus 4 which is 2, which is 6c4 എന്ന് പറയുന്നത് 15 ആണ്. 15 by again 2 raised to 6 വരും, which is 64. Now P of x equal to 5 x equal to 5 6c5 half raised to 5 half raised to 6 minus 5 which is 1, so which is 6 by 64 എന്ന് വരും. The last one P of x equal to 6 6c6 half raised to 6 half raised to 6 minus 6 which is 0 which is 1 by 64. 6c6 എന്ന് പറയുന്നത് 1 ആണ്. സോ n ഈക്വൽ ടു 6 ട്രയൽസ് ആണ്. അപ്പോൾ 6 ട്രയൽസിൻ്റെ പ്രോബിലിറ്റി എഴുതി, 0 സക്സസ് 1 സക്സസ് 2 സക്സസ് എല്ലാം. ഇതിൽ പ്രോബിലിറ്റി നോക്കൂ, 1 6 15 20 15 6 1. സോ വിച്ച് ഹാസ് മാക്സിമം പ്രോബിലിറ്റി 20 by 64. P of x equal to 3 ആവുമ്പോൾ മാക്സിമം പ്രോബിലിറ്റി 20 by 64, ദാറ്റ് ഈസ് ദ ഹയസ്റ്റ്. അപ്പോൾ x equal to 3 ആവുമ്പോഴാണ് അത് മാക്സിമം ചാൻസ് ഉള്ളത്, പ്രോബിലിറ്റി കൂടുതലുള്ളത്. അപ്പോൾ x equal to 3 is the most likely outcome. Therefore P of x equal to 3 is most likely outcome because it has the maximum probability. That's why. And the problem, on a multiple choice examination with 3 possible answers for each of the 5 questions, what is the probability that a candidate would get 4 or more correct answers just by guessing? Guess ചെയ്തിട്ട് 4 or more correct answers കിട്ടാനുള്ളതിൻ്റെ പ്രോബിലിറ്റി എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 5 ക്വസ്റ്റ്യൻസ്. 5 ക്വസ്റ്റ്യൻസിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. 3 ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആൻസർ വരണമെങ്കിൽ ഒരു ആൻസർ അല്ലേ ഉണ്ടാവുള്ളൂ. സോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കറക്റ്റ് ആൻസർ? 3 ചോയ്സിൽ ഒരെണ്ണം കറക്റ്റ് വരണം. So what is its probability? Probability is 1 by 3. അല്ലേ? So here number of trials is 5. 5 questions attempt ചെയ്യണം. Now what is the probability of success? Probability of success എന്ന് പറയുന്നത് ഇവിടെ കിട്ടേണ്ടത് എന്താ? 4 or more correct answers ആണ്. Correct answers വരണം. അപ്പോൾ getting a correct answer is the probability is success. ഗെറ്റിംഗ് എ കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ 3 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആൻസർ ആവണമെങ്കിൽ അതിൽ ഒരെണ്ണമാണ് കറക്റ്റ് ആൻസർ വരിക. സോ ഫേവറബിൾ ഔട്ട്കം 1 ഔട്ട് ഓഫ് ഹൗ മെനി ഓപ്ഷൻസ്? 3 ഓപ്ഷൻസ്. അങ്ങനെ പ്രോബിലിറ്റി എത്ര വരും? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 by 3. ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു 1 by 3. സക്സസ് എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ വരുന്നത്. So what is the probability of failure? 1 minus 1 by 3 which is 2 by 3. Getting a correct answer ആണ് സക്സസ് എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 3 ഓപ്ഷനിൽ ഒരെണ്ണം കറക്റ്റ് ആവും. So let's go to the problem. Now what is the probability that a candidate would get 4 or more correct answers? അപ്പോൾ 5 എണ്ണത്തിൽ 4 or more correct answers. അപ്പോൾ x greater than or equal to 4ന്റെ പ്രോബിലിറ്റി ആണ് ചോദ്യം അല്ലേ? 4 അതിൽ കൂടുതലോ കറക്റ്റ് ആൻസർ ആവണം. അതിൻ്റെ പ്രോബിലിറ്റി എന്താ? So P of x greater than or equal to 4 is P of x is equal to 4 plus P of x is equal to 5. കാരണം ഇവിടെ 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. So 4 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആവാം or 5 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആവാം.
So, P of x equal to 4 plus P of x equal to 5. Substitute in the formula. So, 5 questions. So, 5C4 1 by 3 raised to 4, 2 by 3 whole raised to 5 minus 4, which is 1. The next one, 5C5 1 by 3 whole raised to 5, 2 by 3 whole raised to 5 minus 5, which is 0. Now, this is 5C4, 5 factorial by 4 factorial into 1 factorial, which is 5. So, 5 into 1 by 3 whole raised to 4 into 2 by 3 whole raised to 1 plus 5C5, which is 1. 1 into 1 by 3 whole raised to 5 into 2 by 3 whole raised to 0, 1. Now, what we get is 1 by 3 whole raised to 4 common porthikku edukam into 5 into 2 10 by 3 plus 1 by 3. Is it? 1 by 3 whole raised to 4 common ആണ്. So, 5 into 2 10 by 3 plus whole raised to 4 ആണ് പുറത്തേക്ക് ഇട്ടുള്ളത്. So, 1 is remaining. അതായത് 1 by 3 is remaining. So, remaining 1 by 3. So, 10 plus 1 11 by 3. 11 by 3 into 1 by 3 raised to 4, which is 11 by 3 raised to 5. 3 raised to 4 into 3 raised to 1, which is 3 raised to 5, and simpler, that is 11 by 243 എന്ന് വരും. 3 raised to 5 എന്ന് പറയുന്നത് 243 ആണ്. That will be the required answer.